بسم الله الرحمن الرحيم. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا قال سلام عليك سأستغفر لك ربي إنه كان بي حفيا وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 975 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 46 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا قال سلام عليك سأستغفر لك ربي إنه كان بي حفيا وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 46 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ദൈവിക മാർഗദർശനം ലഭിച്ച ഘട്ടത്തില് അതിനെ തുടർന്ന് തന്റെ പിതാവുമായി നടത്തിയ സംഭാഷണവും ആശയവിനിമയവും ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ആയാത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറിയം റളിയല്ലാഹു അൻഹയും ഈസ അലൈഹി ഇസ്ലാമും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ പല കാര്യങ്ങളും വിവരിച്ചതിനെ തുടർന്ന് വിശേഷിച്ച് ക്രൈസ്തവ സമൂഹത്തെ എത്യോപ്യയിലെ ക്രിസ്തീയ പുരോഹിതന്മാരെയും എത്യോപ്യൻ രാജാവിനെയും നാട്ടുകാരെയും ഒക്കെ കേൾപ്പിക്കുന്ന വിധത്തില് അതിന് സൗകര്യമൊരുക്കുന്ന വിധത്തില് അവതരിപ്പിക്കപ്പെട്ട ആ സംഭവ വിവരണങ്ങൾ ആയാത്തുകളുടെ പുറകിലായി വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഈ വേദഗ്രന്ഥത്തില് അനുസ്മരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ,
സത്യവാനായ ആദർശവാനായ ആദർശ പ്രതിബദ്ധതയുള്ള പ്രവാചകനായിരുന്നു അദ്ദേഹം എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തന്റെ പിതാവ് ആസറിനോട് നടത്തുന്ന സംഭാഷണം ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുകയുണ്ടായത്. താങ്കൾ എന്തിനാണ് കേൾക്കുകയോ കാണുകയോ വല്ല ഉപകാരവും ചെയ്യാൻ കഴിയുകയോ ചെയ്യാത്ത ഇവയെ ആരാധിക്കുന്നത് എന്നതാണ് വിഗ്രഹാരാധനയെ പരാമർശിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പായോട് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് മനസ്സിലുണ്ടായിരുന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളിൽ അറിവ് ലഭിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഇക്കാര്യത്തില് അറിവ് നൽകപ്പെട്ടവൻ എന്ന നിലക്ക് താങ്കൾ എന്നെ പിൻപറ്റണം. അത് താങ്കൾക്ക് ഏറ്റവും ചൊവ്വായ ജീവിത സരണി കാണിച്ചു തരാൻ, അത് താങ്കൾക്ക് പ്രയോജനം ചെയ്യാൻ കാരണമാക്കും എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പിശാചിന് വഴിപ്പെടുന്ന, പിശാചിനെ അനുസരിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നവനായിട്ട് താങ്കൾ നിലക്കൊള്ളരുത്. പിശാച് കാരുണ്യവാനായ പ്രപഞ്ചനാഥനോട് അനുസരണക്കേട് കാണിച്ചിട്ടുള്ളവനാണ്. അങ്ങനെ താങ്കൾ ചെയ്യുകയാണെങ്കിൽ കാരുണ്യവാനായ റബ്ബിന്റെ ശിക്ഷ താങ്കൾ അനുഭവിക്കേണ്ടി വരും. മാത്രവുമല്ല, പിശാചിന്റെ ആത്മമിത്രമായി, കൂട്ടുകാരനും സുഹൃത്തൊക്കെയായിട്ട് താങ്കൾ മാറുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്നതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പാക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് പറയുന്നത്. അതിനെ തുടർന്നാണ്, അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വാപ്പ സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ച ഭാഗം തുടങ്ങുന്ന അങ്ങനെയാണ്. കാല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് പ്രതികരിച്ചു, പറഞ്ഞു, അറാഗബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമെ, എന്റെ ആരാധനാമൂർത്തികളോട് നീ വിരക്തിയുള്ളവനാണല്ലേ? ഞാൻ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളോടും ദിവ്യ ശക്തികളെന്ന് ഞാൻ സങ്കല്പിക്കുന്ന ഈ സംഗതികളോടൊന്നും തന്നെ നിനക്ക് യാതൊരു പ്രതിപത്തിയും ഇല്ല അല്ലേ എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വാപ്പ ചോദിക്കുന്നത്. അറാഗബുൻ അൻത അൻ ആലിഹതി, എന്റെ ഇലാഹുകളോട് നിനക്ക് യാതൊരു പ്രതിപത്തിയും ഇല്ല അല്ലേ? നീ വിരക്തനാണല്ലേ എന്നാണ് ചോദ്യം. ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി, വിലമതിപ്പോടുകൂടി ആരാധിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഈ ആലിഹത്തുകളോട് ഇബ്രാഹിമെ, നിനക്ക് യാതൊരു മതിപ്പും ഇല്ല അല്ലേ? നീ അവരുടെ കാര്യത്തില് തീർത്തും വിരക്തനാണല്ലേ എന്നാണ് ചോദ്യം. റാഗിബുൻ അൻത അൻ ആലിഹതി, റഗിബ അൻ എന്ന് പറഞ്ഞാൽ വിരക്തി ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സംഗതിയോട്, വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു ആശയത്തിനോട് വിരക്തി ഉണ്ടാവുക, അതില് താല്പര്യം ഇല്ലാതിരിക്കുക, അത് അനിഷ്ടകരമായിട്ട് തോന്നുക, ഇതൊക്കെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്ന അർത്ഥം. അപ്പൊ ഇബ്രാഹിമെ, എന്റെ ആരാധ്യന്മാരോട് നീ വിരക്തിയുള്ളവനാണല്ലേ എന്നാണ് വാപ്പായോട് ചോദിക്കുന്നത്. വാപ്പായുടെ ആരാധ്യന്മാര് എന്നുള്ള നിലക്ക് ഒരു സ്വാഭാവികമായ സാധ്യത മക്കൾക്കും മകന് വിശേഷിച്ച് അത് ഒരു പിന്തുടർച്ചയായിട്ട് ലഭിക്കുന്ന ഒരു ശീലമോ ഒരു സ്വീകരിക്കപ്പെടുന്ന ഒരു ആശയമോ ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടാവുക എന്നതാണ് ഒരു സ്വാഭാവികത. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദൈവിക മാർഗദർശനം നൽകപ്പെട്ട സിദ്ദീഖുൻ നബിയുമായ വ്യക്തിയാണ്.
അദ്ദേഹത്തിന് പൈതൃകമല്ല, വാപ്പായുടെ അടുക്കൽ നിന്ന് അനന്തരം കിട്ടിയ ആശയങ്ങളോ നിലപാടുകളോ സാംസ്കാരികമായ രീതികളോ ഒന്നുമല്ല അമൂല്യമായിട്ടുള്ളത്. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് പകർന്നു നൽകിയിട്ടുള്ള നല്ല തെളിമയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ബലപിടിപ്പുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും വാപ്പയാണെങ്കിലും തന്റെ കുടുംബത്തിന്റെ കുലപതി എന്നുള്ള നിലക്കോ സമൂഹത്തിലെ ഏറ്റവും സ്വീകാര്യനായിരുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലക്കോ ഒക്കെ അദ്ദേഹം തുടർന്നു വരുന്ന വഴികളെ അതാണ് ഞാൻ ശിരസിലേറ്റേണ്ടത് എന്നുള്ള നിലക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം കാണാൻ കൂട്ടാക്കുന്നില്ല. നമ്മുടെ കൺമുന്നിലുള്ള പല കാഴ്ചകളും അങ്ങനെയാണ്. ഏതൊരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെ ഏതൊരു ത്വരീഖത്തിന്റെ നേതാവാണെങ്കിലും അയാളുടെ മകൻ ആ വാപ്പ നടന്ന വഴിയിലൂടെ അങ്ങനെ നടക്കുക എന്നതല്ലാതെ സത്യം എന്താണ് എന്നത് പരിശോധിച്ച് സത്യം ആണ് വാപ്പ ഉദ്ഘോഷിച്ചിരുന്നതെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക, അതല്ല വാപ്പാക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പിഴച്ച വഴി വേണ്ട എന്ന് വെക്കുക എന്ന ഒരു നിലപാടല്ല പലരും സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരു ജാഹിലിയത്തിന്റെ ഒരു പൈതൃകം പിന്തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള പൈതൃകം അതേപടി കണ്ണു ചിമ്മി ശിരസിലേറ്റി നടക്കുക എന്നതല്ല ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കൊക്കെയും തന്നെ കണ്ണുകളും കാതും മസ്തിഷ്കവും ഒക്കെ നൽകിയിട്ടുണ്ട്, ചുണ്ടുകളും നാവും നൽകിയിട്ടുണ്ട്. അത് ഹക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്, സത്യം എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ കഴിവുകളൊക്കെ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുള്ളത്. വാപ്പ പിന്തുടർന്ന വഴി കണ്ണു ചിമ്മി പിന്തുടരുക എന്നതല്ല. എന്നിട്ട് വാപ്പ നേടിവെച്ചതൊക്കെ ഇനി തന്റെ അധീനതയിൽ തന്റെ ചൊൽപ്പടിക്ക കീഴിലായിട്ട് അങ്ങനെ ഉണ്ടാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതല്ല സത്യത്തിനോട് പ്രതിബദ്ധതയുള്ള ഖുർആന്റെ പരിശീലനം ലഭിച്ച ആളുകൾ ചെയ്യുക. വാപ്പാക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൂടി തിരുത്തിക്കൊണ്ട് പോകുന്നവനായിരിക്കും ഖുർആന്റെ ആശയലോകം ഉൾക്കൊണ്ട ഒരാള് ചെയ്യുക. പ്രവാചകന്മാരുടെ പൈതൃകം അതാണ്, പ്രവാചകന്മാരുടെ മാതൃക അതാണ്. അതിന് വിരുദ്ധമായ ഒരു സംഗതിയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഇബ്രാഹിമെ, എന്റെ ഈ ആരാധ്യന്മാരുടെ കാര്യത്തിൽ നീ ഒട്ടും പ്രതിപത്തിയുള്ളവനല്ല അല്ലേ, നീ താല്പര്യം ഒട്ടും കാണിക്കാത്തവനാണല്ലേ എന്നാണ്. എന്നിട്ട് ഒരു താക്കീത് നൽകുകയാണ് ഇബ്രാഹിം, ലഇല്ലം തൻതഹി, നീ ഈ ഏർപ്പാട് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, എന്റെ ആരാധ്യന്മാരോട് അനിഷ്ടം കാണിക്കുന്ന, അവരോട് ആദരവും ബഹുമാനവും കാണിക്കാതിരിക്കുന്ന നിന്റെ ഈ ഏർപ്പാട് നീ തുടർന്നു പോവുകയാണെങ്കിൽ, നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അർജുമന്നക, തീർച്ചയായിട്ടും ഞാൻ നിന്നെ കല്ലെറിയും. അതാണ് ഒരു ശിക്ഷയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പാന്റെ മാർഗം പിൻപറ്റാതെ മറ്റൊരു ദിശയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ, ആ ഏർപ്പാട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അർജുമന്നക, ഞാൻ നിന്നെ കല്ലെറിയുക തന്നെ ചെയ്യും എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് വാപ്പ പറയുന്നത്. വഹ്ജുർനി മലിയ, മാത്രമല്ല നീ പോയിക്കോ എന്റെ മുന്നിന്ന്, എന്നെ വിട്ടകന്ന് പോയിക്കൊള്ളണം, വളരെ കാലത്തേക്ക് അല്ലെങ്കിൽ എക്കാലത്തേക്കുമായിട്ട് നീ എന്നെ ഹജർ ചെയ്ത് പോയിക്കൊള്ളണം എന്നാണ്. എന്നെ ഉപേക്ഷിച്ച് എന്റെ സാന്നിധ്യത്തിൽ നിന്ന്, എന്റെ സന്നിധിയിൽ നിന്ന് നീ പോകണം എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വാപ്പ നിർദ്ദേശിക്കുന്നത്. നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും ഞാൻ ഇവിടുന്ന്, നീ ഇവിടുന്ന് പോയിക്കൊള്ളണം, ഇനി ഒരിക്കലും എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്, അല്ലെങ്കിൽ
കൺസീവ് ചെയ്യാവുന്ന, മനസ്സിൽ കാണാവുന്ന അത്രയും ദൈർഘ്യമുള്ള ഒരു കാലം ഇവിടുന്ന് പോയേ പറ്റൂ എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വാപ്പ പറയുന്നത്. ആദർശപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടച്ചിലുണ്ടാകുമ്പോ മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിൽ വഴി പിരിയുന്ന ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സംഭവങ്ങള്, നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സംഭവങ്ങള്, വാപ്പ ഒരു ശത്രുവിനോടെന്ന വിധത്തില് പെരുമാറുന്ന രീതിയൊക്കെ പലപ്പോഴും ചരിത്രത്തില് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ആരാധ്യന്മാരെ ഗൗനിക്കുന്നില്ല എന്നതാണ് അവസ്ഥയെങ്കിൽ, ആ നിലപാടിൽ ഇബ്രാഹിം തുടരുന്നുവെങ്കിൽ പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കല്ലെറിഞ്ഞ് നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കണം എന്നതാണ് വാപ്പായുടെ തീരുമാനം. അതുകൊണ്ട് നീ വേഗം പോയിക്കോ, നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കും, ഈ നാട്ടിലേക്ക് തന്നെ നീ തിരിച്ചു വരണ്ട എന്ന നിലക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വാപ്പ പറയുന്നത്. ഖാല, അപ്പോ ഇത് വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു സംഗതിയാണ്. സ്വന്തം വാപ്പ, താലോലിച്ച് പോറ്റി വളർത്തിയ വാപ്പ മകനോട് പറയുകയാണ്, നീ എന്റെ ആദർശത്തിൽ നിന്ന് തെന്നി മാറിപ്പോയ ഒരാളായതുകൊണ്ട് നമുക്കിടയിൽ ഇനി സംഭാഷണമില്ല, നീ ഈ നാട് വിട്ടു പോണം, ഞാൻ നിന്നെ നാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, ഇതാണ് പറയുന്നത്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് ഏറ്റവും നിസ്തുലമായ ഒരു മാതൃക ചരിത്രത്തിൽ സൃഷ്ടിക്കുന്ന വിധത്തിലാണ്. സലാമുൻ അലൈക, താങ്കൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവട്ടെ, താങ്കളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ. അസ്തഗ്ഫിറു ലക റബ്ബി, താങ്കളുടെ കാര്യത്തില് എന്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് മാപ്പ് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അസ്തഗ്ഫിറു ലക, താങ്കൾക്ക് വേണ്ടി ഞാൻ മഗ്ഫിറത്ത് തേടും. റബ്ബി, എന്റെ റബ്ബിനോട്, എന്റെ റബ്ബിനോട് വാപ്പ നിങ്ങൾക്ക് മാപ്പ് തരണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇന്നഹു കാന ബി ഹഫിയ, എന്നോട് വലിയ കനിവും കൃപയും ഒക്കെ ഉള്ളവനാണ് എന്റെ റബ്ബ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ വാത്സല്യം നുകർന്ന് അനുഭവിച്ച ആളാണ്. അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹു ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ചരിത്രത്തിലെ വിശ്രുതനായ ഒരു ദൗത്യം നിർവഹിച്ച പ്രവാചകനായിട്ട് ഉയർന്നു വരുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം വലിയ പ്രതീക്ഷയോടുകൂടി പറയുന്നത് വാപ്പായുടെ കാര്യത്തില് തനിക്ക് അള്ളാഹുവിന്റെ ഇടപെടല് ഉണ്ടാകും എന്നാണ്. വാപ്പാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്ക് ആ പ്രാർത്ഥനയിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അള്ളാഹു, എന്റെ റബ്ബ്, എന്നോട് ഏറെ കൃപയും കനിവും കാണിച്ചിരുന്നവനാണ്. അതുകൊണ്ട് ഇന്നഹു കാന ബി ഹഫിയ, എന്നോട് വലിയ കരുണയും ആർദ്രതയും കാണിച്ചിരുന്നവനാണ് എന്റെ റബ്ബ്. അതുകൊണ്ട് എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണം എന്ന് ഞാൻ എന്റെ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കും എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പായോട് പറയുന്നത്. നിങ്ങൾ എന്നെ എറിഞ്ഞു ഓടിക്കുകയാണ്, നിങ്ങൾ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്, സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ നിങ്ങൾ എന്നെ പുറത്താക്കുകയാണ്. യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് 100 പേരെ 101 പേരെ ഹിജറ ചെയ്യാൻ, എത്യോപ്യയിലേക്ക് ഹിജറ ചെയ്യാൻ നിർബന്ധിതരാക്കിയ മക്കയിലെ ഖുറൈശി പ്രമുഖന്മാരൊക്കെ കേൾക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചരിത്രത്തിലെ ഈ സംഭവം അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ഇതുപോലെ ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം നാട്ടിൽ നിന്ന് എറിഞ്ഞു ഓടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം നാടുവിട്ട് പൊയ്ക്കളയാൻ നിർബന്ധിതനായ ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ സ്വന്തം വാപ്പായും വളരെ അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തെ നാട്ടില് നിലക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഇതുപോലെയുള്ള അതേ അക്രമം തന്നെയാണ് ഇപ്പോ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിലെ ഖുറൈശി പ്രമുഖന്മാരിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് വാപ്പ പറയുന്നത് ലൈലം തൻതഹി, ഈ ഏർപ്പാട്, എന്റെ ഈ ആലിഹത്തിനെ പരിഗണിക്കാതിരിക്കുന്ന നിന്റെ ഈ നിലപാട് അത് നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അർജുമന്നക്ക, തീർച്ചയായിട്ടും നിന്നെ ഞാൻ കല്ലെറിയും. വഹജുർനി മലിയ, നീ ഈ നാട് വിട്ട് എന്നേക്കുമായിട്ട് പൊയ്ക്കളയണം, ഇവിടെ ഒന്നും കണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിച്ചു പറഞ്ഞത് ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വാപ്പ ശത്രുവായി മാറുന്നു, തനിക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു, സമൂഹത്തെ തനിക്കെതിരെ തിരിച്ചുവിടുന്നു. ഇതൊന്നും തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പ്രകോപിതനാക്കുന്നില്ല. അദ്ദേഹം വാപ്പായോട് കാണിക്കേണ്ട സകല വിധത്തിലുള്ള മര്യാദയും കാണിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: സലാമുന അലൈക, വാപ്പ താങ്കൾക്ക് ശാന്തി സമാധാനങ്ങൾ ഉണ്ടാവട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് താങ്കൾക്ക് പുറത്തു തരണം എന്ന്, താങ്കൾക്ക് മാപ്പാക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നഹു കാന ബി ഹഫിയ, എന്നെ വലിയ കാര്യമാണ് എന്റെ റബ്ബിന്, എന്നോട് വലിയ സ്നേഹമാണ്, എന്നോട് വലിയ കൃപയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അവഗണിക്കപ്പെടാൻ ഇടയില്ല എന്നതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രതീക്ഷ. ആ നിലക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത് മാത്രവുമല്ല, ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. നിങ്ങളെയും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവയെയും ഞാൻ കൈവിടുകയാണ്. ഞാൻ അവയൊക്കെ കൈവെടിഞ്ഞ് അവയൊക്കെ വിട്ടുപേക്ഷിച്ച് അവയിൽ നിന്ന് അകന്നു മാറി പോവുകയാണ്. അഴ്ത്തസിലുക്കും, ഞാൻ കൈയൊഴിയുന്നു നിങ്ങളെ. മാത്രമല്ല വമാതദൂന മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവയൊക്കെയും ഞാൻ കൈയൊഴിയുകയാണ്. അതൂ റബ്ബി, എന്നിട്ട് ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ ദുആ ചെയ്യാൻ പോകുന്നത്. അവനോടാണ് ഞാൻ സഹായം തേടാനും അതുപോലെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഒക്കെ പോകുന്നത്. അതൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ല അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ, എന്നിട്ട് തുറന്നു പറയുന്നത്, ഞാൻ എന്റെ റബ്ബിനോട് വിളിച്ച് നടത്തുന്ന പ്രാർത്ഥന, അക്കാര്യത്തില് ഞാൻ പരാജിതനാവുകയില്ല എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹുവുമായുള്ള വൈകാരികമായ അടുപ്പമാണ് അത് കാണിക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവുമായുള്ള ബന്ധം ഒരു പ്രേരണയാവുകയാണ്. അള്ളാഹുവിന് എന്നെ അത്രയും ഇഷ്ടമാണ്, അള്ളാഹുവിന് എന്നോട് അത്രയും വലിയ കൃപയാണ്, അള്ളാഹുവിനോട് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് അക്കാര്യത്തിൽ ഞാൻ പരാജിതനാവുകയില്ല എന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ഘട്ടമാണിത്. ഈ നിലപാടും പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ഈ കൺക്ലൂഷനും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ നടപടിയിലൂടെ തിരുത്തപ്പെടുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇതിനകം വായിച്ച ആയത്തുകൾക്കിടയിൽ തന്നെ അത് വന്നിട്ടുണ്ടാകും. ഇബ്രാഹിമിന്റെ ഈ നടപടിയിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട് ഒരിടത്ത്. അപ്പോ കുഫറിൽ നിലക്കൊള്ളുന്ന, ഉദ്ദേശപൂർവം സത്യനിഷേധത്തിന്റെ പാത തെരഞ്ഞെടുത്ത സ്വന്തം പിതാവിന് വേണ്ടി പാപമോചനം തേടുക എന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന് പാടുള്ള കാര്യമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാം അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിന് തുനിയുകയുണ്ടായത്. അത് പക്ഷെ അബദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോ ഇബ്രാഹിം ആ ഏർപ്പാട് അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പോ ഇവിടെ എന്റെ തീരുമാനം
നിങ്ങളുടെ ഈ ജീവിത സരണി കൈയൊഴിയുക എന്നതാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അബദ്ധ ദൈവങ്ങളെയും ഞാൻ കൈയൊഴിയുകയാണ്. മാത്രവുമല്ല, ഞാൻ എന്റെ ഏകനായ റബ്ബിന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അവനോട് മാത്രമാണ് ഞാൻ എന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അശാ അല്ല അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ, എന്റെ റബ്ബിനോട് ഞാൻ നടത്തിയ പ്രാർത്ഥനയുടെ കാര്യത്തില് ഞാൻ എന്നെങ്കിലും പരാജിതനാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന അതത്രയും യാഥാർത്ഥ്യമാകും എന്ന വിധത്തില് പ്രതീക്ഷയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ആ വിധത്തിൽ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പല അനുഭവങ്ങളും നേരത്തെ സ്വന്തം പ്രാർത്ഥനകൾ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നിവിടെ പറയുകയുണ്ടായത്. ഫലമ്മഅതസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ല. അങ്ങനെ അതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ആ നാട്ടുകാരെയും വാപ്പാനെയും കൂട്ടരെയും കൈയൊഴിയുകയും അവരാരാധിച്ചു കൊണ്ടിരുന്നതിനെ കൈവെടിക്കുകയൊക്കെ ചെയ്തപ്പോ വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്, നാം അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്, ഇസ്ഹാഖിനെയും യാഖൂബിനെയും അദ്ദേഹത്തിന് നാം നൽകുകയുണ്ടായി എന്നാണ് ഇവിടെ തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വാപ്പായും നാട്ടുകാരും പിന്തുടരുന്ന ആ ശിർക്കിന്റെ വഴി കൈവടിഞ്ഞു. എന്നിട്ട് ഏകനായ റബ്ബിനോട് തേടുക എന്ന വഴി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ, ഒരു വഴി തെരഞ്ഞെടുത്ത ഒരു സംഘം നമ്മുടെ കൺമുന്നിലുണ്ട് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം യാതൊരു കാരണവശാലും കൈവെടിയുകയില്ല. മുശ്രിക്കുകളായ മക്കക്കാരുടെ വഴി ഞങ്ങള് ഉപേക്ഷിക്കുന്നു, ഞങ്ങള് ഏകനായ റബ്ബിന്റെ മാർഗം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാടും വീടും സ്വത്തും ജോലിയും സാധ്യതകളും ഒക്കെ കൈവെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തില് പലായനം ചെയ്ത് പുറപ്പെട്ട ഒരു സംഘം ആളുകൾ. ഈ ആളുകളുടെ ഒരു മാതൃകയായിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പൊ ഹിജറ ചെയ്ത ഈ മുഹാജിറുകൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാക്കുകളാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇബ്രാഹിം നിർണായകമായ ഒരു ഘട്ടത്തില് സത്യമാർഗം വളരെ ദാർഢ്യതയോടുകൂടി തന്നെ തെരഞ്ഞെടുക്കുകയും അതിന്റെ പേരിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ആ ഘട്ടത്തില് അള്ളാഹു അദ്ദേഹത്തിന് ഹിജ്റയുടെ മാർഗം തിരഞ്ഞെടുത്തത് എപ്പോഴെങ്കിലും നിരാശപ്പെടാൻ കാരണമായ ഒരു സംഗതി ആക്കുകയേ ഉണ്ടായില്ല. ഹിജ്റ എന്ന് പറഞ്ഞ എല്ലാം നഷ്ടപ്പെടലാണല്ലോ. സ്വന്തം കുടുംബം, വാപ്പ, ഉമ്മ, സഹോദരി, സഹോദരന്മാര്, അടുത്ത ബന്ധുക്കള്, കല്യാണ ബന്ധങ്ങള്, നാട്ടിലുള്ള നമ്മുടെ സൗഹൃദങ്ങൾ, ഇതൊക്കെ നമ്മുടെ വീട്, സ്വത്ത്, അതുപോലെ വരുമാന മാർഗം, ഇതൊക്കെ അള്ളാന്റെ മാർഗത്തില് ഉപേക്ഷിച്ചുകൊണ്ട് പുറപ്പെടലാണല്ലോ ഹിജ്റ. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നീങ്ങുന്ന ഒരാള് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അയാൾ നീങ്ങുന്നത്. അയാൾക്ക് ഒരിക്കലും തന്നെ അയാളുടെ ചുവടുവെപ്പുകൾ നഷ്ടാവൂല. അള്ളാഹു ഭൗതികാർത്ഥത്തിൽ തന്നെ അയാൾക്ക് വലിയ വലിയ സഹായങ്ങളും പിന്തുണയും നൽകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പാരത്രിക ലോകത്ത് യാതൊരു സംശയവുമില്ല അദ്ദേഹം സ്വീകരിച്ച ആ നടപടിയുടെ പേരിൽ, ആ ത്യാഗത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് വലിയ പ്രതിഫലം ഒരുക്കപ്പെട്ടിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഭൗതിക ലോകത്ത് തന്നെ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ശിർക്കിന്റെ വഴി വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരാള്, അയാളുടെ മുന്നിൽ അള്ളാഹു ഭൗതിക ജീവിത ആവശ്യങ്ങളുടേതായ, അത്
കണ്ടെത്തുന്നതിനുള്ള വഴികൾ ധാരാളം തുറന്നിടും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം ആ നാട്ടുകാരെ കൈവടിഞ്ഞു. അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ആരാധനാമൂർത്തികളെ കൈവടിയുകയും ചെയ്തു. അങ്ങനെ അവര് കൃത്യമായ സത്യത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തപ്പോ വഹബ്നാ ലഹു ഇസ്ഹാഖ വ യാഖൂബ, അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെയും യാഖൂബിനെയും നൽകുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു വംശ പരമ്പരയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്നാമത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ പുത്രനാണ്. ആദ്യത്തെ പുത്രന്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഹാജർ റളിയല്ലാഹു അൻഹയാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കുന്നത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആദ്യ പത്നി സാറ റളിയല്ലാഹു അൻഹ പ്രസവിച്ച കുട്ടിയാണ്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ അദ്ദേഹമാണ് ചരിത്രത്തില് ഇസ്രായേൽ എന്നുകൂടി അറിയപ്പെടുന്നത്. അങ്ങനെ ഇസ്രായേൽ എന്ന പേരിൽ കൂടി അറിയപ്പെട്ട ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ സമൂഹത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ഇസ്ഹാഖ് നബിയുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആളുകളെ അള്ളാഹു പ്രവാചകന്മാരായിട്ട് നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു കാര്യം അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്. ഹിജറ ചെയ്തത് കൊണ്ട് കൂട്ടുകുടുംബങ്ങള് നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു ഒടുങ്ങിപ്പോകും എന്ന് പലരും പറയുന്നുണ്ടാവും. പക്ഷെ ആളുകളുടെ ഭാഗ്യ സൗഭാഗ്യങ്ങള് ഭൗതിക നേട്ടങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഈ രണ്ട് സന്താനങ്ങൾ കൊണ്ടുള്ള സൗഭാഗ്യം നൽകപ്പെടുന്നത് അദ്ദേഹം ഹിജ്റയുടെ മാർഗം സ്വീകരിച്ച ഘട്ടത്തിലാണ്. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അവര് ആ നാട്ടുകാരെ ഉപേക്ഷിച്ച് അവരുടെ ആരാധ്യന്മാരെ കൈയൊഴിഞ്ഞ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് പലായന മാർഗം സ്വീകരിച്ചപ്പോ അള്ളാഹു വഹബ്നാ ലഹു ഇസ്ഹാഖ് വ യാഖൂബ്, അദ്ദേഹത്തിന് നാം ഇസ്ഹാഖ് എന്ന സന്താനത്തെ നൽകി, അതേപോലെ യാഖൂബ് എന്ന പൗത്രനെയും നൽകിയുണ്ടായി. അവിടെ അവസാനിക്കുന്നില്ല. ഈ രണ്ട് പ്രവാചകന്മാരുടെ തുടർച്ചയായിട്ട് ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പിന്മുറക്കാരിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു പറയുന്നത് വകുല്ലൻ ജഅൽനാ നബിയ്യ, ഇവരെ എല്ലാവരെയും തന്നെ നാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു. വകുല്ലൻ ജഅൽനാ നബിയ്യ, ഇവരെ എല്ലാവരെയും തന്നെ നാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു എന്നാണ്. അപ്പോ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ തുടർച്ചയായിട്ട് പിന്നീട് വന്ന പ്രവാചകന്മാരെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രയോഗം. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ പുത്രൻ യാക്കൂബ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാമിന് പിന്നീട് ഓരോ തലമുറയിലുമായിട്ട് വന്ന പിന്മുറക്കാര്, ഇവരിൽ നമ്മള് ധാരാളം പ്രവാചകന്മാരെ കാണുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനെ, ഷംബീൽ പ്രവാചകന്, ഹാറൂൻ അലൈഹി ഇസ്ലാമിന്, ദാവൂദ് അലൈഹി ഇസ്ലാമിന്, അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്, യഹിയ അലൈഹി ഇസ്ലാം, അതിനു മുമ്പ് സക്കരിയ അലൈഹി ഇസ്ലാം, പിന്നെ ഈസ അലൈഹി ഇസ്ലാം, ഇവരൊക്കെ ആ തുടർച്ചയിൽ വരുന്നവരാണ്. അപ്പോ ഇവരൊക്കെയും വകുല്ലൻ ജഅൽനാ നബിയ്യ, ഇവരെയൊക്കെയും നാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു. അപ്പോ ഹിജറ ചെയ്തതിന്റെ പേരിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പരാജിതനായിട്ടില്ല, അദ്ദേഹത്തിന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് തന്റെ കുടുംബത്തിലെ ചിലരെ നഷ്ടപ്പെട്ടുവെങ്കിൽ അള്ളാഹു അതിന് പകരമായി വലിയ ഒരു പ്രവാചക നിര തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുകയുണ്ടായിട്ടുണ്ട്. വഹബ്നാ ലഹും മിർ റഹ്മത്തിനാ, മാത്രവുമല്ല അവർക്കൊക്കെയും തന്നെ നമ്മുടെ കാരുണ്യം നാം നൽകുകയുണ്ടായി. നമ്മുടെ റഹ്മത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മേൽ, അദ്ദേഹത്തിന്റെ ആദ്യ പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ, രണ്ടാമത്തെ പുത്രൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെയും ആ തുടർച്ചയിൽ വന്ന സകല പ്രവാചകന്മാരുടെയും പേരിൽ നാം നമ്മുടെ കാരുണ്യം ചൊരിയുകയുണ്ടായി. വഹബ്നാ ലഹും മിർ റഹ്മത്തിനാ, നമ്മുടെ കാരുണ്യം നാം അവർക്ക് അരുളുകയുണ്ടായി. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ,
മാത്രവുമല്ല അവർക്കൊക്കെയും തന്നെ ചരിത്രത്തിൽ ഏറ്റവും സത്യപൂർണമായ ഒരു ഖ്യാതി, ഒരു സൽപ്പേര് നാം ഉണ്ടാക്കുകയും ചെയ്യും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ പരാമർശിക്കപ്പെട്ടതും ഇവിടെ പരാമർശിക്കപ്പെടാത്തതുമായ മുഴുവൻ സന്തതികൾക്കും, ആ പരമ്പരയിൽ വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും നാം വജഅൽനാ ലഹും, അവർക്ക് നാം നിശ്ചയിക്കുകയുണ്ടായി ലിസാന സിദ്ഖിൻ അലിയ്യ, വളരെ ഉന്നതമായ സൽകീർത്തി. ലിസാൻ എന്ന് പറഞ്ഞ നാവ്, സിദ്ഖ് എന്ന് പറഞ്ഞ സത്യസന്ധമായ നാവിനാൽ പ്രചരിപ്പിക്കപ്പെടുന്ന സൽകീർത്തിയാണ് അവർക്ക് നാം നൽകിയിട്ടുണ്ടായത്. പ്രവാചകന്മാരെ അവരുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും അവരുടെ സൽകീർത്തി ഉദ്ഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, അത് നാം അതിലൂടെ, ഈ സന്താനങ്ങളിലൂടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏറ്റവും ഉന്നതമായ സൽകീർത്തി നിലനിർത്തുകയും ചെയ്തു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രവാചകന്മാരൊക്കെയും തന്നെ വളരെ പ്രാധാന്യമുള്ള ദൗത്യം നിർവഹിച്ച ആളുകളാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, തന്റെ സന്താന പരമ്പരയില് അങ്ങനെ സത്യം ഉയർത്തിപ്പിടിക്കുകയും നന്മ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ധാരാളം പ്രവാചകന്മാരെ സൽകീർത്തി നേടിയവരായിക്കൊണ്ട്, ലിസാന സിദ്ഖിന്റെ ഗുണം നേടിയവരായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് അള്ളാഹുയുടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചരിത്രത്തില് വിസ്മൃതനായി പോവുകയല്ല ചെയ്തത്. വാപ്പായെയും മുശ്രിക്കുകളായ നാട്ടുകാരെയും കൈയൊഴിഞ്ഞു പോന്നത് കൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒടുങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹത്തിന് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകി അവരിലൂടെ വലിയ സൽകീർത്തിയും സൽപ്പേരും ഒക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുകയുണ്ടായി എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ മക്കയിലെ ആളുകൾക്ക് തങ്ങളുടെ പ്രപിതാവായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്തിനു വേണ്ടിയായിരുന്നു നിലകൊണ്ടിരുന്നത്? ഇപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആരുടെ പക്ഷത്താണ്, തങ്ങൾ ഓരോരുത്തരും ആരുടെ പക്ഷത്താണ് എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണിത്. ഇപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പക്ഷത്തുള്ളത് എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത ഈ മുഹാജിറുകളാണ്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പൈതൃകത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന മക്കക്കാരോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടും ഇതര പ്രവാചകന്മാരോടൊക്കെ ദ്രോഹം ചെയ്ത മുശ്രിക്കുകളും ലാലിമുകളും ഒക്കെയായ ആളുകളുടെ ആ സംഘത്തില്, ആ പൈതൃകത്തില്, ആ പാരമ്പര്യത്തിലാണ് ഇപ്പോ ഈ മർദ്ദകരായ മക്കൻ നേതാക്കന്മാര് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങൾ വിവരിക്കപ്പെട്ടുകൊണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് മറിയമിലെ 46 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. നാളത്തെ സെഷൻ 6:05 ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സമയക്രമം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.